എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റായിട്ടുള്ള admission.kannur.university.ac.in/ എന്നുള്ള ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അതായത് ഇത് വേറൊരു പേജാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നിട്ടില്ല. വൈകുന്നേരം 5:30 വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക. ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടക്കണം. SC/ST വിദ്യാർത്ഥികൾക്ക് 925 രൂപയും ബാക്കിയുള്ളവർക്ക് 990 രൂപയുമാണ് ഫീസ് വരിക. ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ മാത്രമാണ്, അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതുപോലെ ആദ്യമായിട്ട് മാൻഡേറ്ററി ഫീസ് അടക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥിയും ചോദിക്കുന്ന കാര്യമാണ്, ഫസ്റ്റിലും സെക്കൻഡിലും അലോട്ട്മെൻറ്റ് കിട്ടി, മാൻഡേറ്ററി ഫീസ് ഒരു തവണ അടച്ചു, ഇനി വീണ്ടും അടക്കണം എന്നുള്ളത്. അങ്ങനെ അടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടക്കാതെ നിങ്ങൾ അഡ്മിഷൻ റദ്ദാക്കപ്പെടുകയും പിന്നീട് വീണ്ടും നിങ്ങൾ ഓപ്ഷൻ നൽകി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമാണ്, അതായത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ മാൻഡേറ്ററി ഫീസ് അടക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. ഓൾറെഡി അടച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. നിലവിൽ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ പുതിയ കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.